ഞാൻ ഈ പടം ചെയ്യുമ്പോ ആക്ച്വലി ഭയങ്കര വയറുവേനയുടെ ഇടയിലാണ് ചെയ്തോണ്ട് പുള്ളിക്ക് സ്റ്റൊമക്കിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു. ഫുൾ രാവിലെ തൊട്ട് രാത്രി വരെ ഭയങ്കര പെയിൻഫുൾ ആയിരുന്നു. രാത്രി ഉറക്കമൊന്നും ഉണ്ടായില്ല. അപ്പൊ എനിക്ക് ഏകദേശം സൈഡാന്ന് പറഞ്ഞപ്പോ മനസ്സിലായി ഇത് ഞാനും വയ്യാതിരിക്കുന്നു, ഷൈജോട്ടും ഏതെങ്കിലും ഒരാൾ റെസ്റ്റ് എടുത്താൽ പിന്നെങ്കിലും പടം മുന്നോട്ട് പോകും പറഞ്ഞ എനിക്കൊരു ടാബ്ലറ്റ് കഴിച്ച പിന്നെ ഒരു അരമണിക്കൂറത്തേക്ക് ഓക്കെയാണ്. അപ്പൊ പിന്നെ അപ്പൊ അത് ഭയങ്കര ഇഷ്യൂ ആയിരുന്നു. പിന്നെ അത് മാറി. ആ ഡേറ്റ് എങ്ങനെ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത്? എക്സ്ട്രാ ഡേറ്റ്സ് മാനേജ് പടമല്ലേ നമ്മള് നമുക്കൊരു പോയിന്റ് വരെ പിടിമുറുക്കാം. പിന്നെ നമ്മള് വലിയ ആൾക്കാരൊന്നല്ലല്ലോ. പടം മുന്നോട്ട് പോകണം, പടം തീർക്കണം. ഈ ഇപ്പൊ നേരത്തെ പറഞ്ഞ ആദ്യം കിസ് ചെയ്ത സംഭവം എങ്ങനെയാണ് ഓർത്തെടുത്ത്? ഇത് ബിടെക്കില് അല്ല ആ സീനിലല്ല, അതിപ്പോ പറയാനുള്ള കാരണം ആ സീനില് എനിക്ക് ഓർക്കണ്ട. ആ സീൻ ആ സമയത്ത് ഒരു മൂവ്മെന്റ് ഉണ്ടല്ലോ, ഒടുക്കത്തുമ്മായിരുന്നു. ഇവിടെ വെച്ച് കെട്ടിപ്പിടിച്ച് ഇവിടെ ഒരു ഉമ്മ നല്ല കാര്യം എടുത്തിരിക്കും. ഉള്ളിന്ന് തന്ന ഉമ്മയാണ്. കാരണം ആ സീക്വൻസ് അങ്ങനെ ഇന്റർവ്യൂ ഞാൻ ബാക്കിൽ നിന്ന് മറ്റേ പറഞ്ഞു കൊടുക്കുന്ന പരിപാടി. അത് എനിക്ക് ഇംഗ്ലീഷ് ഒന്നും അറിയില്ല കറക്റ്റ് ആയിട്ട്. അപ്പം വോയിസ് അർജുന്റെ ലിപ്പ് എന്റെ ആണ്. അവിടെ ഇരിക്കുന്നത് സായിപ്പാണ്, അല്ലെ മദാമയാണ്. അപ്പൊ അവർക്ക് എന്റെ വോയിസ് ഒന്ന് ഫീൽ ചെയ്യണം. അപ്പൊ അങ്ങനത്തെ ഒരു സാധനമാണ്. അപ്പൊ അത് കഴിയുമ്പോഴത്തേക്കും ഇവരെന്നെ സെലക്ട് ചെയ്യുകയാണ്. അപ്പൊ തന്നെ ഈ വീഡിയോ കോൺഫറൻസിൽ അപ്പൊ എന്നെ ഹെൽപ്പ് ചെയ്തത് ഇദ്ദേഹമാണ്. അപ്പൊ ഞാൻ അത്ര വലിയ മുഹൂർത്തേ പറ്റുള്ളായിരുന്നു. ആണല്ലേ? ശരി. ഞാൻ പറഞ്ഞല്ലേ ഈ ഇപ്പൊ സോജോ പറഞ്ഞ പോലെ നിങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളാണല്ലോ. നമ്മൾ എത്ര പടമായി? കുറെ പടമായി. ഞങ്ങൾ 5 പടമായിരുന്നു. 5 പടമായല്ലേ നിങ്ങൾ തമ്മില്? ലാസ്റ്റ് ഇപ്പൊ ചെയ്തു സുമതി, അതിനു മുമ്പ് ആനന്ദ് ശ്രീബാല. ശരി, ആനന്ദ് ശ്രീബാല ഉണ്ട് തൊട്ട് മുമ്പില്. ശരിയാണല്ലോ, അതിലും ഉണ്ടല്ലോ, നിങ്ങൾ രണ്ടും ഉണ്ടല്ലോ. അങ്ങനെ നിങ്ങളൊരു യാത്ര വേറെ രീതിക്ക് പോകും. പിന്നെ പല്ലൂട്ടി ഒരുമിച്ചില്ല, പക്ഷെ എന്നാലും പല്ലൂട്ടി സിനിമയില ഒരുമിച്ചില്ല എന്നുള്ളൂ, പക്ഷെ ഉണ്ടല്ലോ ആ സിനിമയില്. അങ്ങനെ എല്ലാ സിനിമകളും ഇങ്ങനെ ഒരുമിച്ചുള്ള യാത്രയാണ്. ഇനിയുള്ളൊരു ഇപ്പം മമ്മൂക്കയുടെ കൂടെ ആയി. ഇപ്പം അച്ഛനെ സംബന്ധിച്ചും സിനിമകളിൽ ഇനിയും ചെയ്യണമെന്ന് തോന്നുന്ന വേഷങ്ങൾ ഒത്തിരി ഉണ്ടോ ഈ നമ്മുടെ ഒരു യാത്രയിലുണ്ടല്ലോ? ഒരു നടൻ എന്ന നിലയിലേക്ക് ഇനി ചെയ്യാൻ, കൂടെ അഭിനയിക്കാൻ ആഗ്രഹിക്കുന്ന മലയാള സിനിമയിൽ ഒരു താരത്തിന്റെ പേര് പറഞ്ഞാൽ ആരെ പറയും? എല്ലാവരും ഇഷ്ടമാണ്. എനിക്ക് ടുവിച്ചനായിട്ട് അഭിനയിച്ചിട്ടില്ല. ടുവിച്ചനായിട്ട് ഒരു പടം ചെയ്താൽ കൊള്ളാൻ ഭയങ്കര അധികം ആഗ്രഹമുണ്ട്. പിന്നെ എനിക്കിപ്പോഴും വർക്ക് ചെയ്യാൻ കൊതിയുള്ളത് ആസിക്കയുടെയും സൗബിക്കയുടെയും ഡിക്കിയുടെയും കൂടെ പടം. കാരണം ഭയങ്കര രസമാണ് അവരോട് വർക്ക് ചെയ്യുമ്പോഴൊക്കെ. ഇപ്പം സൈജോട്ടം പറഞ്ഞാൽ നമുക്കൊരു ചേട്ടന്മാരെ കിട്ടിയ മൂടാണ്. ഒരു അവരുടെ കൂടെ ചെയ്താൽ ആഗ്രഹം എപ്പോഴും ഉണ്ടല്ലോ. പിന്നെ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരിക്കുന്ന ഒരു പടമാണ് ചത്തപ്പച്ച. അപ്പം അത് നടക്കാൻ പോകുന്നു. അത് നടക്കാനും പോകുന്നു. അല്ല, ഈ ആസിഫ് ഇവരൊരു കൂട്ടുകെട്ടുണ്ടല്ലോ. എന്ത് ഫംഗ്ഷനുണ്ട്, വീട്ടിലാണെങ്കിലും പുറത്തുനിന്ന് യാത്ര ചെയ്യണം, ഭക്ഷണം കഴിക്കാൻ പോകണമെങ്കിലും ഇവരുടെ ഒരു കൂട്ടുകെട്ട് അസൂയപ്പെടുന്ന ആളുകൾ വരെ ഉണ്ട്. അത്രയും സൗഹൃദത്തിലാണ് ഇവർ പോകുന്നത്. ഒരു അനുജൻ എന്ന നിലയിലേക്ക് ചേർത്ത് പിടിക്കുന്ന ആസിഫ്, അല്ലേ? ആ രീതിക്കാണ് ഞാൻ കണ്ടിരിക്കുന്നത്. ഈ ഇഫ്താറിന് പോലും നമ്മളെല്ലാവരും കഴിഞ്ഞ ദിവസങ്ങളിൽ വീട്ടിലുണ്ടായി. സുമതിയിലും ബാലുചേട്ടനും ഉണ്ടല്ലോ. അതെ അതെ, മേടായിരുന്നു. ഞങ്ങളുടെ ചിരിയും ഞങ്ങളുടെ അലമ്പും കണ്ട് സഹിച്ചിരിക്കാൻ പറ്റില്ല. ഇങ്ങനെ കുറച്ചേരൊക്കെ പിടിച്ചിരിക്കും. പക്ഷെ കുറച്ച് മറ്റേ മൊത്തം അലമ്പ് ബാക്ക് ബെഞ്ചേഴ്സ് ഇത് പഠിക്കുന്ന വെച്ച് കുറച്ച് തന്തവൈബ് എടുക്കാൻ നോക്കി. നടന്നില്ല. കറക്റ്റ് പരിപാടി. നമ്മൾ മറ്റൊന്നുമല്ല, വിളിച്ചാൽ വരുമൊന്നുമില്ല. എവിടെ കാട്ടിലൊക്കെ എവിടെയെങ്കിലൊക്കെ ഇരിക്കും, ഡാം കാണാൻ പോകും. അത്ര ഏരിയയിലാലോ ഉള്ളിലാലോ ഷൂട്ടിംഗ് നടക്കണേ. രസമായിരുന്നു, അടിപൊളിയായിരുന്നു. ആ ലൊക്കേഷൻ പൊതുവെ രസമായിരുന്നല്ലോ. പക്ഷെ ആ സിനിമ അങ്ങനത്തെ ഒരു സിനിമയായിരിക്കും. ആ സിനിമ നമ്മൾ കാണാൻ വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു സിനിമയാണ്. അത്യാവശ്യം നല്ലൊരു കാസ്റ്റും നല്ല എമൗണ്ട് ആയിട്ടുണ്ട് പടം. അപ്പൊ എനിക്കൊക്കെ ഭയങ്കര ഭാഗ്യമാണ് അങ്ങനത്തെ ഒരു കാസ്റ്റ്. 65 ആക്ടേഴ്സ് ഉണ്ടെന്നാ പറഞ്ഞത്. തമിഴിൽ നിന്ന് വരെ ഉണ്ടല്ലോ. അത് അവരെ അഭിലാഷ് പിള്ള ആൻഡ് വിഷ്ണു ചേട്ടൻ പരിപാടി കാരണം മാത്രമാണ്. പിന്നെ പറയാതിരിക്കാൻ പറ്റില്ല, മുരളിച്ചേട്ടനും മുരളിച്ചേട്ടൻ കട്ടയ്ക്ക് നിൽക്കുമല്ലോ. അതാണ് അദ്ദേഹത്തെ നമുക്കറിയാമല്ലോ. അദ്ദേഹം കട്ടയ്ക്ക് നിൽക്കുന്ന ഒരു വൺ ഓഫ് ദ ബെസ്റ്റ് പ്രൊഡ്യൂസേഴ്സ്. ഒരു മാറ്റമില്ലാതെ കൂടെ നിൽക്കും. എന്ത് വേണം അത് ഇവരെയും കൂടി കിട്ടിയതുകൊണ്ടാണ്. അതെ അതെ. പിന്നെ DOP പറയാതിരിക്കാൻ പറ്റില്ല, ശങ്കർ സാർ. മൊത്തത്തിൽ ക്രൂ അടിയും കാസ്റ്റും ക്രൂ അടിയുള്ളതുകൊണ്ട് നമ്മൾ ഭയങ്കര ഹാപ്പി. അറിഞ്ഞില്ല ആക്ച്വലി 84 ദിവസം, അവസാനത്തെ 5 ദിവസം അറിഞ്ഞു മൊത്തം ഇടിയായതുകൊണ്ട്. ലാസ്റ്റ് ഫൈറ്റ് സീൻ ആയിരുന്നല്ലോ. പക്ഷെ അടിപൊളിയാണ്.
വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575.